ഇന്ന് ഇന്ത്യ കളി ജയിക്കാൻ കാരണം അത് സൂര്യകുമാറാണ്. സൂര്യ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഇന്ത്യ കളി തോറ്റേനെ. ശിവൻ ദുബെ സൂര്യ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ചത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ 100 റൺസിൽ താഴെ ഓൾ ഔട്ടായേനെ. സൂര്യകുമാർ ഇന്ന് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കളി ജയിച്ച് സൂര്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. USA ടീമിനെതിരെ ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്ത്യ സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ വിജയം അത് വലിയ കാര്യമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. 18 ഓവറിലാണ് ഇന്ത്യ കളി ജയിച്ചത്. ഇന്ന് കളി ജയിച്ച് സൂര്യകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: USA ടീമിനെതിരെ തോറ്റാൽ അത് ഞങ്ങൾക്ക് നാണക്കേടാണ്. അതുകൊണ്ട് രോഹിത് ശർമ്മയും കോഹ്ലിയും പെട്ടെന്ന് ഔട്ടായപ്പോൾ എനിക്ക് ടീമിനെ താങ്ങി നിർത്തണമെന്ന് തോന്നി. ഞാനും കൂടി ഔട്ടായാൽ ചിലപ്പോൾ ടീം തകർന്നേനെ. അതുകൊണ്ട് ഞാൻ നന്നായി കളിച്ചു. ശിവൻ ദുബെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഈ പിച്ചിൽ ഞങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് പേർക്ക് അവസരം കിട്ടാത്തവരുണ്ട്. സഞ്ജു ജയ്സ്വാളുമെല്ലാം അക്കൂട്ടത്തിൽ പെടുന്നവരാണ്. അവർക്ക് ചിലപ്പോൾ അടുത്ത മാച്ചിൽ അവസരം കിട്ടിയേക്കും. USA ടീമിനെതിരെ 50 അടിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു സ്ലോ ബാറ്റിംഗ് ഞാൻ ആദ്യമായിട്ടാണ് കാഴ്ചവെക്കുന്നത്. എങ്കിലും കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും സൂര്യകുമാർ വ്യക്തമാക്കി. ഇന്ത്യൻ ടീം ഇങ്ങനെ മോശം കളി കാഴ്ചവെക്കുമെന്ന് ആരും കരുതിയില്ല. 111 റൺസ് ചേസ് ചെയ്യാൻ ഇന്ത്യക്ക് 18 ഓവർ വേണ്ടി വന്നു. പക്ഷേ ഇത് പിച്ചിൻ്റെ കുഴപ്പമാണെന്നാണ് ആരാധകർ പറയുന്നത്. ന്യൂയോർക്കിലെ പിച്ചിൽ കളിക്കാൻ ഒരു ടീമിനും സാധിക്കുന്നില്ല. ഒരുവിധം എല്ലാ ടീമുകളും ഇങ്ങനെ തന്നെയാണ് കളിക്കുന്നത്. സൂര്യ ഇന്ന് പിടിച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കളി തോറ്റേനെ. ഋഷഭ് പന്ത് അടക്കം ഔട്ടായപ്പോൾ ഇന്ത്യൻ ആരാധകർ ഒന്ന് പേടിച്ചിരുന്നു. കോഹ്ലി ഇന്ന് ഗോൾഡൻ ടെക്കിലാണ് പുറത്തായത്. രോഹിത് ശർമ്മയ്ക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഈ സമയത്ത് ഒരു രക്ഷകനെ പോലെ സൂര്യകുമാർ മികച്ച കളി പുറത്തെടുത്ത് ഇന്ത്യൻ ടീമിനെ ജയിപ്പിച്ചു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.